ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നീറ്റ് 2022 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ് ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്കറിയാം റീകോമിനന്റ് DNA ടെക്നോളജിന്റെ ആ ഒരു സ്റ്റെപ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കിയേ, ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ആർ സ്റ്റെയിൻഡ് ബൈ യൂസിങ് എത്തീരിയം ബ്രോമൈഡ്. ഓക്കെ, നമ്മളവിടെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരെയാണ്? എത്തീരിയം ബ്രോമൈഡ് തന്നെയാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനു വേണ്ടിയിട്ടാണ്? DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടെക്നിക്കാണ്. നമുക്കൊക്കെ അറിയാമെന്ന് മിസ് വിചാരിക്കുന്നു അല്ലെ, എന്താണെങ്കിലും അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്സ് നമ്മളിങ്ങനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഗീവ്സ് ബ്ലൂ കളർ DNA ബാൻഡ്സ് ഓൺ ദ ജെൽ. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് മീൻസ് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ കാര്യവും ബ്ലൂ കളേർഡ് DNA ബാൻഡിന്റെ കാര്യവും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് വിത്ത് ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലെ. അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നോട്ട് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അവിടെ തെറ്റ്. ഓക്കെ, നമുക്ക് ഉറപ്പിക്കാൻ വരുന്നതിന് മുന്നേ ഒന്നുകൂടെ ബാക്കി ഭാഗം വായിച്ചു നോക്കാം. സി എന്ന് പറയുന്നത് എന്താണ്? ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ഓഫ് DNA ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ജെൽ വെൻ എക്സ്പോസ് ടു UV ലൈറ്റ് അല്ലെ. നമ്മൾ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ UV ലൈറ്റിനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് സെപ്പറേറ്റഡ് DNA fragments or the strands from the gel is called elution അല്ലെ. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ ജെല്ലിൽ നിന്ന്, അഗാരോസ് ജെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എലൂഷൻ എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, അതായത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജെൽ ഇലക്ട്രോഫോറസിസ് ഒക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പാർട്ട് തന്നെയാണ്. ക്വസ്റ്റ്യൻ എപ്പോഴും വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.